അമ്മേ എന്നാ ഇന്നുണ്ടാക്കുന്നേ? ഇന്നുണ്ടാക്കുന്ന ഞാൻ നെല്ലിക്ക അച്ചാർ വെക്കാൻ പോവാ. അച്ചക്കേ എവിടുന്നോ നല്ല നാടൻ നെല്ലിക്ക കിട്ടി, ചെറിയ നെല്ലിക്ക. ചെറിയ നെല്ലിക്കല്ലേ? അപ്പൊ ഇത് നമുക്ക് ചെറുതായി ഞാനിതൊന്ന് വാട്ടിയെടുത്തതാ. ഇതൊന്ന് അച്ചാർ വെക്കാം, കഞ്ഞിക്ക് കൂട്ടാൻ നല്ലതല്ലേ. വീട്ടിൽ ചൂട് കഞ്ഞിയും നെല്ലിക്ക അച്ചാറും ആയാലോ? എനിക്ക് അല്ല, നല്ല തണുപ്പൊക്കെ ഇല്ലേ, നമുക്ക് നല്ല ചൂട് പൊറോട്ടയും എന്നേലും ആയാലോ? ഞാനടുത്ത് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ചൂട് കഞ്ഞിയും നെല്ലിക്ക അച്ചാറും പിന്നെ എന്നത് കോവയ്ക്കാൻ മെഴുക്കുവരട്ടിയുണ്ട്. കഞ്ഞി പോട്ടെ, കുറച്ച് ദിവസമായിട്ടല്ലേ. പൊറോട്ട തിന്നാം. എന്നാ കറി ഉണ്ടാക്കും പൊറോട്ടയ്ക്ക്? പൊറോട്ടയ്ക്ക് രാവിലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്, അത് മതിയോ? പോരാ, ഇഡലിയുടെ സാമ്പാർ. വേറെ എന്നാ? മുട്ട കുറെ ഇരിപ്പുണ്ടല്ലോ. അത് ഇന്നലെ നാടൻ മുട്ട ഇന്നലെ വാങ്ങിച്ചോണ്ടുവന്നത് എവിടുന്ന്. ഇപ്പൊ മുട്ട വെച്ചെന്നേലും ഉണ്ടാക്കിയാലോ? മുട്ടക്കറി? മുട്ടക്കറിയോ? മുട്ടക്കറി വേണോ, മുട്ട റോസ്റ്റ് വേണോ? അമ്മ നേരത്തെ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു, മറ്റേ തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ട്. റോസ്റ്റോ? അല്ല, അങ്ങനല്ല, തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ട് മുട്ട വെച്ച് അതുപോലെ ഉണ്ടാക്കാവോ? മറ്റേ തേങ്ങ വറുത്തരച്ച് വെക്കുന്നതാണോ? ആന്ന് തോന്നുന്നു. പണി തരുവോ വൈകുന്നേരം അല്ലേ? നമ്മുടെ എണ്ണ ഇരിക്കുന്നുണ്ടോ ഇവിടുത്തെ? ഐസ്ക്രീം പോലെ. അതുകൊണ്ടാ ഞാൻ ഈ പാത്രത്തിൽ ഇട്ട് വെച്ചതേ, ഇതാകുമ്പോ കോരി എടുക്കാമല്ലോ. സ്കൂപ്പ് ചെയ്തല്ലേ? മാറി നിന്നോ. കാന്താരി ഇടാൻ പോകുന്നത്, ചിലപ്പോ പൊട്ടിത്തെറിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് കാന്താരി ഇട്ട് കൊടുക്കാം. കാന്താരി എന്നാന്നോ, വെളുത്തുള്ളി ഇല്ലായിരുന്നു, അപ്പം നാടൻ നെല്ലിക്ക പോയ വഴിക്ക് എവിടുന്നോ കിട്ടിയതാണേ. പൊട്ടിത്തെറിക്കുന്നുണ്ട്. മാറിയെന്നോ. ഇനി നെല്ലിക്ക അച്ചാറിനെ ശകലം ചാറ് വേണം അല്ലേ? അതുകൊണ്ടാണോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? ഇത് നെല്ലിക്ക ഒഴുകിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളുത്തുള്ളി നാളെ വാങ്ങിച്ചിട്ട് വഴറ്റി ഇതിനകത്ത് ചേർക്കണം. നമ്മുടെ നെല്ലിക്ക അതിനകത്ത് അരപ്പിനകത്ത് കിടന്നേ ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ. എന്നാ പറഞ്ഞേ, മുട്ടക്കറി വെക്കാനോ? ഒരു കാര്യം ചെയ്യും, മുട്ട പുഴുങ്ങാൻ വെക്കാവോ? വെച്ചേക്കാം. വെച്ചോ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചേട്ടാച്ചന്റെ ആയുധം ഏതായാലും കൊള്ളായിരുന്നല്ലേ? അതെ, കൊള്ളാം. മുട്ട പുഴുങ്ങാൻ നല്ലതാ. ജിമ്മിനെ മുട്ട പുഴുങ്ങാൻ വേണ്ടി മേടിച്ചു വെച്ചേക്കുന്നതാ. അതെ. എത്ര മുട്ടയാ? 4 അല്ലേ? 4 എണ്ണം. ഒരെണ്ണം കൂടുതൽ വെച്ചോ, ഇന്ന് ജിമ്മിൽ പോയിരിക്കുന്നോണ്ട് ചിലപ്പോഴേ മുട്ട പുഴുങ്ങിയ മുട്ട വേണോന്ന് അറിയത്തില്ലല്ലോ അവന്. ഒരെണ്ണം ഏതായാലും കൂടുതൽ. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളയല്ലേ? മറ്റേ നാടൻ മുട്ട വേകണമെങ്കിൽ കുറെ സമയം എടുക്കുവേ. ഇത് പെട്ടെന്ന് വെള്ള പെട്ടെന്ന് വേകും. വെള്ള കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കൂട്ട് ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് മുട്ട വേവന്നിട്ട് മുട്ട വേവട്ടല്ലേ? മുട്ട വേവട്ടെ. ഈ നെല്ലിക്ക എന്തിനാ അമ്മ അവിടെ വെച്ചേക്കുന്നേ? ജ്യൂസ് അടിക്കാൻ. നെല്ലിക്കയും ഇഞ്ചിയും കൂടി ഇട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ. അത് നല്ലതാ വയറിനോ? വയറിനൊക്കെ നല്ലതാ. കഴിച്ചു കഴിഞ്ഞിട്ടാണോ? കഴിച്ചു കഴിഞ്ഞിട്ട് അടിച്ചു കുടിക്കാൻ. ഒരു കാര്യം മറന്നു പോയിടാ, ഇനി കപ്പളങ്ങാപ്പഴം നമ്മൾ കഴിഞ്ഞ ദിവസം കട്ടപ്പന വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടേ എടുക്കാൻ മറന്നുപോയല്ലോ. അതും രാത്രി ചെത്തി തിന്നാലോ? അതിപ്പോ എല്ലാം കൂടി തന്നെ ഇനി നാളെ എടുത്താലോ? എന്നാ നാളെ എടുക്കാല്ലേ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അമ്മേ, ഞാൻ സബോള വിളിക്കട്ടെ. ഞാനെന്നാ തേങ്ങയെ, ഞാൻ വറുത്തരച്ച കറികളൊക്കെ വെക്കാൻ വേണ്ടിട്ട് തേങ്ങ നേരത്തെ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി എടുക്കാവേ. എളുപ്പപ്പണിയാണല്ലോ. അതാകുമ്പോ കുറച്ച് തേങ്ങ വറുത്തരച്ചങ്ങ് വെച്ചേക്കുവാണെങ്കിലേ നമുക്ക് ആഴ്ച 2 ദിവസമൊക്കെ വറുത്തരച്ച കറി വെക്കണമെന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ എളുപ്പമല്ലേ. അപ്പൊ നീ എന്നാ സവോള വിളിച്ചോ. കുഞ്ഞ് പൊറോട്ട കിട്ടിയില്ലെന്ന്. ഞാനാണേ വരുന്നത്, എന്നിട്ടാ പൊറോട്ട കിട്ടിയില്ലെന്ന്. ഞാനാണെങ്കിൽ ചൂട്, ഇവിടുത്തെ കാലാവസ്ഥക്ക് എന്നാ ചൂട്. ഇപ്പൊ അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു വെച്ചാലും ഒറ്റ സെക്കൻഡ് ഞങ്ങൾ എണ്ണ കണ്ടായിരുന്നു, എണ്ണയൊക്കെ ഐസ്ക്രീം പോലെ ഇരിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത കാറ്റും നടന്നു. ഞാനുണ്ടല്ലോ ചൂട് കഞ്ഞിയും വെച്ച് നെല്ലിക്കാച്ചാറും വെച്ചു. അന്നേരം ഞാൻ പറഞ്ഞു കോവയ്ക്കാൻ മെഴുക്കുവരട്ടിയുണ്ട്, വേണേ ഒരു മുട്ടയും കൂടെ പൊരിച്ച് തരാന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പൊ ഒരാൾക്ക് ചൂട് പൊറോട്ട കഴിക്കണം. പൊറോട്ട കിട്ടി, പക്ഷെ ചൂട് അവിടെ നിന്ന് ഇത്ര നേരം തണുത്തെന്ന് തോന്നുന്നു. പോപ്പിയെ കണ്ടില്ലേ? വന്നില്ല. ഇപ്പൊ വിളിച്ചായിരുന്നു, ഇപ്പം വരുമെന്ന് പറഞ്ഞു. അയ്യോ, എന്റെ സവോള കരിഞ്ഞോടാ. കുഞ്ഞേ, ഞാൻ അങ്ങോട്ട് നിങ്ങളോട് വർത്താനം പറയാൻ വന്ന നേരത്തിനെ സവോള ഇപ്പൊ കരിയും എന്നുള്ള വരുവായേ. ഇല്ല, അതുകൊണ്ട് ഞാൻ വന്നിട്ട് ഇതിനകത്ത് കുറച്ച് പൊടിയൊക്കെ വാരി ഇട്ടു. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ. കരിയുമായാലും അറിയാതിരിക്കാൻ വേണ്ടി. കരിഞ്ഞില്ലായിരുന്നു. വെള്ളം ഒഴിച്ച് കരിയിക്കുവാണോ? ഈ നെല്ലിക്ക നല്ല നാടൻ നെല്ലിക്കായിരുന്നു കേട്ടോ. അതല്ലേ? നല്ല ഷേസ് കട്ടപ്പനയിൽ വാങ്ങിച്ചോണ്ട് വന്നു. അതിനകത്തുനിന്ന് ഒരു വീതം കൊണ്ടുവന്നാ.
അടിപൊളി. കരിനെല്ലിക്ക ഉണ്ടാക്കും അറിയാവോ? ഈ മറ്റേ മൺചട്ടിക്കകത്ത് വറ്റിച്ച് അങ്ങനെയോ എടുക്കും. അത് പ്രായമുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാം അതെങ്ങനെ സംഭവം. സാറാമ്മയോട് ചോദിച്ചാൽ അറിയായിരിക്കും. കുഞ്ഞേ, ഇതാണോ നീ പറഞ്ഞ തിക്ക് ഗ്രേവി? ഇതുപോലത്തെ തന്നെ. ഈ ഗ്രേവി സൂപ്പർ ആണെങ്കിൽ കറി നല്ലതാന്ന് ഞങ്ങൾ പറയും. അതെ, ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി. ഗ്രേവി നല്ലതാണെങ്കിലും കറി നല്ലതാണ്. പൊറോട്ടയുടെ കൂടെ ഗ്രേവി നല്ല ടേസ്റ്റ് ആയിരിക്കും. ആണോ? ഇതിന് ഒരു തമിഴ്നാട് മസാലയുടെ ഒരു ടേസ്റ്റ് പോലെ വരുന്നുണ്ടല്ലോ. ഇത് ഒറിജിനൽ കേരള മസാലയാ. ഇത് തേങ്ങ വറുത്തരച്ച ഒറിജിനൽ കേരള മസാല. നാടനാണോ? ആ മണം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റേ പെരിഞ്ചീരകം വരച്ചായിരുന്നു, അതായിരിക്കും. ചാർജ് തീർന്നു പോയി സ്കൂട്ടറിന്. പിന്നെ ഞാൻ തള്ളിക്കൊണ്ടാ വന്നേ. ഞാൻ വന്ന വഴിക്ക് എങ്ങ് നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ ചേനെ കണ്ടില്ല. അതാ പറഞ്ഞ ഞാൻ അവിടുന്ന് ബൈക്കല്ല ഞാനും വന്നു. സ്പീഡിൽ പോകുമ്പോ ആലോചിക്കണം. രണ്ടുപേരും ഒരേ വഴി വന്നു. പക്ഷെ ഇവൻ തള്ളിക്കൊണ്ടാ വന്നെന്ന് ഇവൻ പറയുന്നത്. ഞാനും കണ്ടില്ല ഇവൻ വഴി അങ്ങനെ നമ്മൾ അന്നേരം നിർത്തുവല്ലേ. അച്ഛൻ അതിലെ വന്ന ഞാനും കണ്ടില്ല. പറഞ്ഞത് കള്ളമാണോ? രണ്ടുപേരെയാണോ? അതിപ്പോ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയത്തില്ല അത് കറക്റ്റ് അറിയാലോ. പിന്നെ കുഴപ്പം. ഞാൻ നേരെ വന്നേ. ഞാനും നേരെ വന്നേ. ഒരു കാര്യം ചെയ്യ്, കറി ഇപ്പൊ തന്നെ തണുത്തു പോകും. പെട്ടെന്ന് കുളിച്ചിട്ട് വാ. തണുപ്പാ? അയ്യടി, ജിമ്മിൽ പോയിട്ട് കുളിക്കാതെ ഇപ്പൊ കിടത്താം. ഓരോരുത്തരുടെ കണക്കെടുത്ത് അറിയാം കുളിച്ചിട്ട് എത്ര ദിവസമായിരുന്നു. ഇത് മുമ്പേ എങ്ങാണ്ടോ കുളിച്ചായി. ഞാനെല്ലാ ദിവസവും കുളിക്കും. കുളിക്കാത്ത ചിലരൊക്കെ ഇവിടെ ഉണ്ട്. കുളിക്കാത്ത ക്യാമറാമാൻ. എനിക്കിത് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ മറ്റേ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കുമായിരുന്നു. ചോപ്പർ പോയി അതിന്റെ വള്ളി പൊട്ടിപ്പോയതുകൊണ്ട് നിവർത്തി ഇല്ലാത്തതുകൊണ്ട് ഞാനിത് അരിയുന്നതാ. ഇത് നാളത്തേക്കുള്ള കുഞ്ഞി നിനക്കുള്ള ബീട്രൂട്ട് തോരനാ കേട്ടോ. ബീട്രൂട്ട് ഒക്കെ കൂട്ടിയാൽ നല്ല സുന്ദരനാ കൂടാ. അതുകൊണ്ടായിരിക്കും അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് എടുത്ത് കഴിക്കുന്നത്. അതെ, പച്ചക്ക് തിന്നുന്നുണ്ട്. തോരൻ വെച്ച് കൊടുത്തു കഴിയുമ്പോഴാണ് പ്രശ്നമല്ലേ ഇവന്. ഗുണമുള്ള ഒരു സാധനം ഇല്ല അറിയോ. നാളെ കുഞ്ഞിക്ക് ചുമല ചോറ. കുഞ്ഞായിട്ട് അരിഞ്ഞ് തോരൻ വെക്കണം. ചൊടിയെല്ലാം അങ്ങോട്ട് നല്ലപോലെ ചോപ്പിച്ച് വെച്ചേക്കാണോ ബീട്രൂട്ടെല്ലാം. അമ്മക്കേ മുട്ട എടുത്ത് പൊളിച്ചേക്കാം, വെന്തിട്ടുണ്ട്. നല്ല ചൂട് പൊറോട്ട ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാ തണുത്ത് പോയെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. തണുത്ത് പോയി. മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയോ. പിന്നെ അച്ചമ്മച്ചി പോയിട്ട് ഏതാണ്ട് അച്ചമ്മച്ചി തങ്കമ്മച്ചിയുടെ അടുത്തോട്ട് പോയിട്ടേ ഒരു മാസം ഏതാണ്ട് ആകാറായി. 15-ാം തീയതി നാളത്തെ കഴിഞ്ഞ് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നോക്കട്ടെ ഞാൻ നാളെ കഴിഞ്ഞ് വരാന്നൊക്കെ പറഞ്ഞു. അച്ചമ്മച്ചി പോയി അവിടെ പെട്ടുപോയതാ. പോരാൻ പറ്റാത്ത സാഹചര്യമായി പോയി. അല്ല, തങ്കമ്മച്ചിയോട് വർത്താനം പറഞ്ഞപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പം ഏതാണ്ടൊക്കെ ആള് സെറ്റായിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ കപ്പയൊക്കെ കൊത്തി കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു ഇന്ന് തന്നെയൊക്കെ പണി ചെയ്തെന്ന് ചോദിച്ചു. പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ കപ്പയൊക്കെ കൊത്തി കൊടുത്തു. ഞാൻ ചമ്മ എന്തി അമ്മ അപ്പുറത്ത് കുളിക്കാനായിട്ട് കയറിയതാ. അതിലും വലിയ കാര്യമുണ്ടല്ലോ, ടച്ച് ഫോണൊക്കെ എടുക്കാൻ പഠിച്ചു. അതാ പറഞ്ഞേ. ഞാൻ ചോദിച്ചു ഫോണൊക്കെ എടുക്കാൻ പഠിച്ചു. പിന്നെ ഇതിപ്പോ ഇതിലൊന്ന് തോണ്ടിയാ അന്നേരം ആളെ കിട്ടുമെന്ന്. എന്നാലും 2 ദിവസത്തിനുള്ളിൽ അച്ചമ്മച്ചി ലാൻഡ് ചെയ്യുന്നതായിരിക്കും. ശോഭന ആന്റി നാളെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആന്റി എന്ന് കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര തങ്കമ്മച്ചി എല്ലാവരും പറയും എന്റെ കൂടെ അമ്മച്ചി ഇരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മുട്ട റോസ്റ്റിന്. കഴിച്ചു നോക്കിയോ? ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, മുട്ടയ്ക്കും ഉണ്ട്. ഇപ്പൊ പറയാം. വറുത്തരച്ചതിന്റെ ടേസ്റ്റ് ഉണ്ട്. അല്ലേ കേരള മസാലയല്ലേ? ഒരു ലേശം ഉപ്പ് കൂടുതലുണ്ടോന്നൊരു സംശയമുണ്ട്. അതേ ഉള്ളൂ. ഒന്ന് കഴിച്ചു നോക്കി. ഇല്ല ഉണ്ട് ശകലം. അത് കുഴപ്പമില്ല. അതെ, ഞാനും അങ്ങ് സമ്മതിച്ചെന്നുണ്ടാക്കി. രാവിലത്തെ സാമ്പാർ. ഈ പൊറോട്ടയ്ക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടല്ലോ സാമ്പാറാ. മീൻകറിയാ. അല്ല എനിക്കിഷ്ടം. കമന്റ് ബോക്സ് ബീഫ് റോസ്റ്റ്.
പൊറോട്ടയും മീൻകറി അയലക്കറിയും പൊറോട്ടയും നല്ല. എന്നാലും കേരളത്തിന്റെ മെയിൻ പൊറോട്ടയും ബീഫും അല്ലേ. അതുകൊണ്ട് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടം അതാ. അപ്പം എന്നാണ് നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. അപ്പൊ ഒരു കാര്യമാ, നാളെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പഴങ്കഞ്ഞി കഴിച്ചോണം. അത് കുഴപ്പമില്ല. ഈ മുട്ടൻ തണുപ്പത്ത് പഴങ്കഞ്ഞി കുടിക്കാൻ പറയല്ലേ. പറ്റത്തില്ല. പൊറോട്ടയ്ക്ക് കുഴപ്പമില്ലേ? ഈ ജിമ്മൻ കാരണം ചോറ് കഴിക്കാൻ പറ്റത്തില്ല, പഞ്ചസാര ഇട്ട് കാപ്പി കുടിക്കാൻ പറ്റത്തില്ല. പഞ്ചസാര ഇല്ലാത്ത ജീവിക്കാൻ പറ്റാത്ത ആളാണ് അമ്മ. കൊള്ളായിരുന്നല്ലേ? കൊള്ളാം, നല്ലതായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.